Hi students, today we are going to deal with the topic biomaterials and nanomaterials. First one, biomaterial. A biomaterial is any substance that has been engineered to interact with biological system for a medical purpose, either a therapeutic or a diagnostic one. അതായത് ഒരു ബയോമെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നതിന് ഇംപ്ലാന്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത് ബയോ മെറ്റീരിയൽ. ദാറ്റ് ഈസ് ബയോമെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഡിവൈസസ് to replace a part or a function of the body in safe, reliable, economic and physiologically acceptable manner. നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ട് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ എന്ത് ചെയ്യാണ് എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലാണ് എന്ത് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദാറ്റ് മെറ്റീരിയൽസ് ആർ കോൾഡ് ബയോ മെറ്റീരിയൽസ്. And next, study of biomaterials, and the study of biomaterial is called biomaterial science or biomaterial engineering. ആ സ്റ്റഡിക്ക് പറയുന്ന പേര് അല്ലെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിങ്ങിന് പറയുന്ന പേരാണ് എന്ത് ബയോമെറ്റീരിയൽ സയൻസ് ഓർ ബയോമെറ്റീരിയൽ എഞ്ചിനീയറിങ്. നെക്സ്റ്റ്, biomaterials. Examples of biomaterials. Examples of biomaterials are contact lens. കോണ്ടാക്ട് ലെൻസ് അറിയാം, ഇതൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി വിഷൻ കറക്റ്റ് അല്ലെങ്കിൽ വിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് കോണ്ടാക്ട് ലെൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കുലാർ ലെൻസസ്. അതായത് നമുക്ക് കാറ്ററാക്റ്റിൻ്റെ ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ എന്തുണ്ടാവില്ല പ്രോപ്പർ വിഷൻ അല്ലാത്ത കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ണിൽ യൂസ് ചെയ്യുന്ന ലെൻസ് എന്നുള്ളത് എന്തിന് എക്സാമ്പിളാണ് ബയോമെറ്റീരിയലിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, മൗത്ത് ബ്രേസ് ആൻഡ് ഡെന്തൽ ഇംപ്ലാൻറ്റ്സ്. അതായത് ടീത്തിനകത്തൊക്കെ ഫില്ലിങ്സ് കൊടുക്കാൻ, അതേപോലെ പല്ല് നമ്മളിടുന്ന കമ്പി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് ബയോമെറ്റീരിയലിന് എക്സാമ്പിളാണ്. ആൻഡ് ഹിയറിംഗ് എയ്ഡ്സ്, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കേൾവി ശക്തി പ്രോപ്പർ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹാർട്ട് വാൽവ്സ്. അതായത് ബ്ലഡിലുണ്ടാവുന്ന പമ്പിങ് അല്ലെങ്കിൽ ആർട്ടറി വെയിനും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഇംപ്ലാന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നീ റീപ്ലേസ്മെൻറ്റ്, അതായത് മുട്ടിൻ്റെ കറക്റ്റിലുണ്ടാവുന്ന ലിഗ്മെൻറ്റ്സ്, അതായത് ലെഗ്സിൻ്റെ മൂവ്മെൻറ്റ് എന്താക്കാൻ വേണ്ടി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ ജോയിൻറ്റ് ഇംപ്ലാൻറ്റ്സ്, കാത്തറ്റേഴ്സ് ആൻഡ് സ്റ്റെൻസ്. കാത്തറ്റേഴ്സും സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈനി ട്യൂബാണ് എന്ത് പറഞ്ഞാൽ സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ. കാത്തറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ യൂറിനറി കാത്തറ്റേഴ്സ് കേട്ടില്ലേ, അതായത് നമ്മളുടെ ബോഡിയിൽ കറക്റ്റായിട്ട് യൂറിൻ പാസേജ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാത്തറ്റേഴ്സ് വഴി കണക്ട് ചെയ്യും. കാത്തറ്റേഴ്സിനെ കിഡ്നി സ്റ്റോൺ ഒന്നും കാരണം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല യൂറിൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കാത്തറ്റേഴ്സിനെ എന്ത് ചെയ്യും കണക്ട് ചെയ്യും. ടൈനി ട്യൂബ്സ് ആണ് കാത്തറ്റേഴ്സിനെ കണക്ട് ചെയ്യും ഒരു ബാഗിനകത്തോട്ട്, അങ്ങനെ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിലാണ് എന്ത് ചെയ്യുന്നത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത് ബയോ മെറ്റീരിയൽസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബയോ കോമ്പിറ്റബിലിറ്റി. എന്താ ബയോ കോമ്പിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ acceptance of an artificial implant by the surrounding tissues and by the body as a whole. അതായത് എക്സ്റ്റേണലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ബോഡി ടിഷ്യൂ ആയിട്ട് എന്ത് ചെയ്യണം ബോഡി ടിഷ്യൂ അതിനെ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും അത് ബോഡിയിൽ ഒരുമാതിരി ടോക്സിക് ആവാനും ഒന്നും എന്ത് ചെയ്യില്ല പാടില്ല. അതിനെയാണ് എന്ത് പറയുന്നത് ബയോ കോമ്പിറ്റബിലിറ്റി. ദാറ്റ് ഈസ് അക്സെപ്റ്റൻസ് ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ് ബൈ ദ സറൗണ്ടിങ് ടിഷ്യൂസ് ആൻഡ് ദ ബോഡി ആസ് എ all. Next one is characteristics of biomaterials, and the characteristics of biomaterials are physical requirements and chemical requirements. And the physical requirements are hard materials and flexible materials. അതായത് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഹാർഡ് ആയിരിക്കണം. ചില മെറ്റീരിയൽസ് ചില കേസിൽ അതെന്തായിരിക്കണം ഫ്ലെക്സിബിൾ, അതായത് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ റിക്വയർമെൻറ്റ്. ദാറ്റ് ഇസ് കെമിക്കൽ റിക്വയർമെൻറ്റ്സ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് എനി ടിഷ്യൂസ് ഇൻ ദ body and non-toxic and long-term replacement must not be biodegradable. These are the chemical requirements. അതായത് നമ്മളുടെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റ് ചെയ്യുന്നത് സറൗണ്ടിങ് ടിഷ്യൂസായിട്ട് എന്തുണ്ടാവില്ല ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യില്ല പാടില്ല. അതേപോലെ തന്നെ നോൺ ടോക്സിക് ആയിരിക്കണം. പിന്നെ ചില ബയോമെറ്റീരിയൽസ് നമ്മുടെ മേത്ത് ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെ ആവാം, ഒന്നെങ്കിൽ ലോങ് ടേം ആവാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആവാം അല്ലെങ്കിൽ എന്താവാം മീഡിയം ടേം ആവാം.
നമ്മളിപ്പം ഇംപ്ലാന്റ് ചെയ്യുന്ന പേസ് മേക്കർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ലോങ് ടൈം റീപ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെ ലോങ് ടൈം റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ടൈം റീപ്ലേസ്മെൻ്റ് ആണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റീലിനെ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ പേസ് മേക്കർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വാൾവ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ലോങ് ടൈം റീപ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ ഒരിക്കലും എന്താ നോൺ ബയോഡിഗ്രേഡബിൾ ആവണം. അതായത് ബോഡിയിൽ ഒരിക്കലും എന്ത് ചെയ്ത് പോകാൻ പാടില്ല, ഡീഗ്രേഡായി പോകാൻ പാടില്ല. അങ്ങനെ ഡീഗ്രേഡായി പോവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് അത് ഫങ്ഷൻ ചെയ്യത്തുമില്ല. നമ്മുടെ ബോഡിയും മറ്റുള്ള തരത്തിലുള്ള റിയാക്ഷൻസും അത് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പം രണ്ട് തരമാണ്. അപ്പം എപ്പോഴും എല്ലാ ബയോമെറ്റീരിയൽസും ഫിസിക്കൽ റിക്വയർമെൻറ്റ്സും കെമിക്കൽ റിക്വയർമെൻറ്റ്സും എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. നെക്സ്റ്റ്, classification of biomaterials. And the biomaterials are classified into two, natural and artificial. It's called artificial or synthetic, and main classifications are natural and artificial. And the example for natural biomaterials are collagen, elastin or gelatin. This collagen and elastin are the proteins in the body, and this proteins gives stiffness to the tissues and mechanical strength. കൊളാജനും എലാസ്റ്റിനും ജെലാറ്റിനും എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള എന്ത് തന്നെയാണ്, പ്രോട്ടീൻസ് തന്നെ. അതാണ് അതിനെ നാച്ചുറലാന്ന് പറയുന്നത്. ഈ കൊളാജനും ഇലാസ്റ്റിനും ബോഡിയിലുള്ള ഒരു പ്രോട്ടീൻസ് ആണ്. ആ പ്രോട്ടീൻസ് ആണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റിഫ്നെസ്സും മെക്കാനിക്കൽ സ്ട്രെങ്ത്തും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൊളാജൻ ആൻഡ് ജെലാറ്റിൻ. ഇനി നെക്സ്റ്റ് വണ്ണാണ് എന്ത്, ഇലാസ്റ്റിൻ. ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാക്റ്റിക് റെസിസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിൻ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്തുണ്ടാവും, റെസിസ്റ്റൻ്റ് ആയിരിക്കും. പെട്ടെന്ന് അങ്ങനെ തലകറക്കം അങ്ങനെയുള്ളതൊന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പം ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഫാക്റ്റിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബയോമെറ്റീരിയലാണ്, ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറൽ. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻസ് ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക്. അതായത് നമ്മൾ ഏതെങ്കിലും ലബോറട്ടറിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പിനേഷൻസ് വഴി ഡെവലപ്പ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ബയോമെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിഫിഷ്യൽ ബയോമെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ്സ് ആർ മെറ്റൽ, സെറാമിക്സ്, പോളിമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്. ഒന്നുകിൽ മെറ്റൽസ് ആവാം, അല്ലെങ്കിൽ സെറാമിക്സ് ആവാം, അല്ലെങ്കിൽ പോളിമേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം, കോമ്പോസിറ്റ്സ് ആവാം. ആൻഡ് ദ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെറ്റൽസ്. ആദ്യം പറയുന്നത് ഇതിനെക്കുറിച്ചാണ്, മെറ്റൽസിനെക്കാണ്. These metals are applied in orthopedic screws or fixations or dental implants. ഈ മെറ്റൽസ് നമുക്ക് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മുടെ നേരത്തെ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫ്രാക്ചറിന് യൂസ് ചെയ്യുന്ന സ്ക്രൂസ്, അല്ലെങ്കിൽ അവിടെ തന്നെ യൂസ് ചെയ്യുന്ന ഫ്രാക്ചറിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീല്, അതേപോലെ ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിലൊക്കെ ഉണ്ടാകുന്ന പോഡ്, അതിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, മെറ്റൽസ് ആണ്. അതിന് നോർമലി ടൈറ്റാനിയം ആൻഡ് അതിൻ്റെ അലോയ്സുമാണ് ടൈറ്റാനിയം ആൻഡ് അലോയ്സ് ആണ് ഡെന്റൽ ഇംപ്ലാന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓർത്തോപെഡിക് സ്ക്രൂസിലൊക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്കുലാർ ഇംപ്ലാന്റ്സ് മീൻസ് നമ്മുടെ കണ്ണിലെ ലെൻസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വെക്കുന്ന ലെൻസിൽ യൂസ് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ഓക്കുലാർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നത് എന്താണ്, പോളിമേഴ്സാണ്. പോളിമേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് നൈലോൺ, സിലിക്കൺ, റബ്ബർ, പോളിസ്റ്റേഴ്സ്, പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പോളി എഥിലീൻ ടെട്രാൾഡിഹൈഡ് ആണ് പെറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഈ ബോട്ടിൽസിൽ പ്ലാസ്റ്റിക് 1 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽസ്, മിനറൽ വാട്ടറിന് ആ ബോട്ടിൽസിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, പെറ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, അത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വാൽവ് ഇംപ്ലാന്റ് ചെയ്തു. ആ വാൽവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, നോൺ ബയോഡിഗ്രേഡബിൾ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത്. പോളിമേഴ്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതാണ് പെറ്റ്. അതുകൊണ്ട് പെറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ വാൽവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പെറ്റ്സ് ആയിരിക്കും. പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത് സ്കിൻ ഓർ കാർട്ടിലേജ്, ഓക്കുലാർ ഇംപ്ലാന്റ്സ്, ഡ്രഗ് ഡെലിവറി ഡിവൈസസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെറാമിക്സ്. ദ സെറാമിക്സ് ആർ യൂസ്ഡ് ഇൻ ബോൺ റീപ്ലേസ്മെൻറ്റ്സ്, ഹാർഡ് വാൽവ്സ് ആൻഡ് ഡെന്റൽ ഇംപ്ലാന്റ്സ്. ഈ സെറാമിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അലൂമിനിയം ഓക്സൈഡ്, കാർബൺ, കാൽഷ്യം ഫോസ്ഫേറ്റ്സ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, സെറാമിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം
ഹാർഡ് വാൽസ് ഉണ്ടാകുമ്പോൾ നമുക്ക് സെറാമിക്സ് യൂസ് ചെയ്യാറുണ്ട്, പോളിമേഴ്സും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. കോമ്പോസിറ്റ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് എന്ത്, ബയോസെൻസേഴ്സ് ആൻഡ് ഇംപ്ലാന്റബിൾ മൈക്രോ ഇലക്ട്രോഡ്സ്. അതായത് നമ്മൾ ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ആ ഇലക്ട്രോഡ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൗണ്ടിനെ എന്ത് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ എന്താണോ ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ബയോസെൻ, അതായത് ബോഡിയിൽ എന്ത് ചെയ്യുന്നത്, ഇംപ്ലാന്റ് ചെയ്യുക. ബോഡി ബയോസെൻസേഴ്സ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം, അത് ഡിറ്റക്ട് ചെയ്യണം. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബയോസെൻസ്. അപ്പോൾ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും അതിന് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ വയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫൈബർ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ്സ് ആവാം. ഓരോ ആപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് ഓരോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇപ്പോൾ മെയിനായിട്ടും ബയോമെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു, നാച്ചുറൽ ആൻഡ് artificial. And artificial consists of metals, polymers, ceramics and composite materials. Next, these are the materials for use in the body: polymers, metals, ceramics and composites. Next, applications. These applications of biomaterial, we already said that biomaterials are used for making hard valves, and normally for making hard valves polymers are used. അല്ലെ, ഹാർഡ് വാൽവിന് എന്ത് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ലങ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എന്ത് ചെയ്യുന്നില്ല, ആർട്ടറീസും വെയിൻസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകും. അപ്പോൾ അതിങ്ങനെ പ്രോപ്പറായിട്ട് വാൽവിൻ്റെ എന്ത് ചെയ്യുന്നില്ല, ഫംഗ്ഷൻ നടക്കുന്നില്ല, വാൽവിന് ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്ത് ചെയ്യണം, ഹാർട്ട് റീപ്ലാന്റ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ ടിഷ്യൂസ്. ആർട്ടിഫിഷ്യൽ ടിഷ്യൂസ് മീൻ ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷനിൽ എന്തെങ്കിലും, ഇപ്പോൾ ഒരു പൊള്ളലുണ്ടായി, അത്രയും സ്കിന്ന് നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പോർഷനിലുള്ള സ്കിന്ന് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇംപ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ടിഷ്യൂവിനെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെന്തൽ ഇംപ്ലാന്റ്സ്. അതായത് ഒന്നെങ്കിൽ നമുക്ക് ടീത്തിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫില്ലിങ്സിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബയോമെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇൻട്രാഓക്കുലർ ലെൻസസ്. ഇൻട്രാഓക്കുലർ ലെൻസസ് ആർ യൂസ്ഡ് ഫോർ ഗിവിംഗ് പ്രോപ്പർ വിഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാസ്കുലർ ഗ്രാഫ്. വാട്ട് ഈസ് വാസ്കുലർ ഗ്രാഫ്റ്റ്? എന്താ വാസ്കുലർ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് vascular grafts are used to direct blood flow from one area to another by reconnecting blood vessels. അതായത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ബ്ലഡിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു മുന്നോട്ട് ബ്ലഡ് വെസൽസ്, ഒന്നെങ്കിൽ ആർട്ടറീസ് ആവാം, അല്ലെങ്കിൽ വെയിൻസ് ആവാം, അല്ലെങ്കിൽ എന്താവും, കാപ്പിലറീസ് ആവാം. അല്ലേ, വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡിനെ കളക്ട് ചെയ്ത് അത് എവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്, ഹാർട്ടിൽ എത്തിക്കുക ചെയ്യുന്നത്. ആർട്ടറിയാണ് എന്ത്, ഹാർട്ടിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിനെ മറ്റുള്ള പാർട്സിലോട്ട് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. അപ്പം ഈ ബ്ലഡ് വെസൽസ് ആണ് ശരിക്കും എന്താണ്, കണക്റ്റിംഗ് ട്യൂബ്സ്. അല്ലേ, ഒരു ഹാർട്ടിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് എന്ത് ചെയ്യണം, ബ്ലഡിനെ എത്തിക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കണക്റ്റിംഗ് ട്യൂബ്സ് ആണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രിയേറ്റഡ് ആയിട്ടുള്ള കണക്റ്റിംഗ് ട്യൂബ്സിനെയാണ് എന്ത് പറയുന്നത്, വാസ്കുലർ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണക്റ്റിംഗ് ട്യൂബ്സ് ആണ് ശരിക്കും എന്ത് പറഞ്ഞാൽ, വാസ്കുലർ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഹിപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഹിപ്പിനെ എന്ത് ചെയ്യണം, ഹിപ്പിനെ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹിപ്പിലെ ഏതെങ്കിലും പാർട്സിനെ എന്ത് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബയോമെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നീ ജോയിൻസിൽ, അതായത് ലെഗിൻ്റെ പ്രോപ്പർ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലിഗമെൻറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടി, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ബയോമെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ബയോ മെറ്റീരിയൽസ്. അപ്പം ബയോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാണ്, ഇംപ്ലാന്റ് ചെയ്യുകയാണ്. ആ ഇംപ്ലാന്റ് ബോഡി ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്, ബയോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ആ ബയോ മെറ്റീരിയൽസ് എപ്പോഴും എന്തായിരിക്കണം, ബയോ കോമ്പിറ്റബിൾ ആയിരിക്കണം. അതായത് ഒരു ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റോ അലർജിക്കോ ഒന്നും എന്ത് ചെയ്യാൻ ആകാൻ പാടില്ല. നമ്മുടെ ലിവിങ് ടിഷ്യൂസിനെ അത് എന്ത് ചെയ്യണം, ആക്സെപ്റ്റബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സും കെമിക്കൽ റിക്വയർമെൻറ്റ്സും അത് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് classification. Classifications are natural and artificial. And the artificials are metals, polymers, ceramics and composites. And also the applications of biomaterials. And the next one is nanomaterial. Nanomaterials are materials of at least
one dimension between 1 nanometer to 100 nanometer. അതായത് ഇതിൻ്റെ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വളരെ ചെറുതാണ്. ദാറ്റ് ഈസ് 10⁻⁻9 മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 1 നാനോമീറ്റർ. 1 നാനോമീറ്റർ ഈക്വൽ ടു 10⁻⁹ മീറ്റർ. ദാറ്റ്സ് അത്രയും എന്താണ്? ചെറുതാണ്. അതായത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്ററിലുള്ള എന്ത് 1 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനാണ് എന്ന് പറയുന്നത് നാനോ മെറ്റീരിയൽ. ആൻഡ് 1 ബില്യൺ നാനോമീറ്റർ ഈക്വൽസ് 1 മീറ്റർ. 1 ബില്യൺ നാനോമീറ്റർ ചേർന്നാലാണ് എന്തുണ്ടാവുന്നത്? ഒരു മീറ്റർ ആവുന്നത്. ദാറ്റ് ഈസ് 10⁻⁹ ആണ് അല്ലേ? 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹ മീറ്റർ. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ here we are considering a 1 rupee note. This 1 rupee note in 1000 crore rupees is an example for nano material. അതായത് 100 കോടി റുപ്പീസിൽ ഒരു 1 റുപ്പി നോട്ട് എന്ന് പറയുന്നതാണ് എന്തിന് എക്സാമ്പിൾ? 1 നാനോമീറ്റർ. 1 റുപ്പി നോട്ട് ഇൻ 100 crore rupees. 1 രൂപ ചേർത്ത് വെച്ച് എന്ത് ചെയ്യാണ്? 100 crore rupees ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 1 റുപ്പിയാണ് അവിടുത്തെ എന്ത് തന്നത്? 1 നാനോമീറ്റർ. സോ മെറ്റീരിയൽ ഓഫ് അറ്റ്ലീസ്റ്റ് 1 dimension between 1 nanometer to 100 nanometer are called nano materials. Next, classification of nanomaterial. On the basis of dimension, nanomaterials are classified as one-dimensional materials, and one-dimensional materials are called nano layer. Nanomaterial of one dimension between 1 nanometer to 100 nanometer. അതായത് 1 ഡയമെൻഷനിലുള്ള 100 നാനോമീറ്ററിൽ ചെറുതും 1 നാനോമീറ്റർ ടു 100 നാനോമീറ്ററിൽ ചെറുതായിട്ടുള്ള 1 ഡയമെൻഷനിൽ ഉള്ള മെറ്റീരിയലിന് പറയുന്ന പേരാണ് എന്ത്? നാനോ ലെയർ. അതായത് അതിന് ഒന്നെങ്കിൽ എയ്തർ ലെങ്ത് ഓർ ബ്രെഡ്ത്ത് ഓർ ഹൈറ്റ്. ഒന്നെങ്കിൽ ലെങ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? നാനോ ലെയറിനുണ്ടാകത്തുള്ളൂ. അതായത് അതെന്തായിരിക്കും? 1 ഡയമെൻഷൻ ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് 2 ഡയമെൻഷൻ. അതായത് എങ്ങനെയുള്ള നാനോ മെറ്റീരിയൽ? 2 ഡയമെൻഷനിലായിട്ടുള്ള 100 നാനോമീറ്ററിൽ ചെറുതായിട്ടുള്ള മെറ്റീരിയൽസിനാണ് എന്ന് പറയുന്നത് നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ നാനോ വയേഴ്സ് എന്നും പറയാറുണ്ട്. അതിന് എന്തൊക്കെ ഉണ്ടാവും? ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും. ഇറ്റ് ഹാസ് ബോത്ത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അത് 2 ഡയമെൻഷനാണ്. അപ്പം അതിന് എന്തുണ്ടാവും? ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 3 dimensional. And the case of 3-dimensional material, its range also between 1 nanometer to 100 nanometer. And the range എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അതിന് പറയുന്ന പേരാണ് എന്ത്? നാനോ പാർട്ടിക്കിൾസ്. ആൻഡ് ദിസ് നാനോ പാർട്ടിക്കിൾസ് ഹാസ് ബോത്ത് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് width. ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും, വിഡ്ത്തും ഉണ്ടാവും. So these are the classifications of nano material based on dimension: 1 dimensional, 2 dimensional and 3 dimensional. And the 1 dimension it is called as nano layers, and the 2 dimension is called as nano tubes or nano wires, and the 3 dimension is called as nano particles. Okay. And next one is methods for creating nano structures. Nano structures can be created by 2 methods: by top down process and bottom up process. First one is top down process. Nano structures നമുക്ക് എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. First one is top down process and the second one is bottom up process. And the first one is top down process. From the name it's clear that it creating from top to down. അതായത് വലുതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചെറിയ സാധനത്തെ എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യാണ്. നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്? ചെറുതാണ്. അതായത് ബിൽഡിംഗ് സംതിങ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എ ലാർജർ കമ്പോണൻറ്റ് ആൻഡ് കാർവിങ് എവേ മെറ്റീരിയൽ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു റോക്കിൽ നിന്ന് ഈ എന്ത് ചെയ്യാണ്? സ്കൾപ്ചർ എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ റോക്ക് എന്ന് പറയുന്നത് എന്താണ്? വലുതാണ്. അതിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയെടുക്കുക. അതാണ് എന്ത് പറയുന്നത്? ടോപ്പ് ഡൗൺ പ്രോസസ്. ഇൻ നാനോ ടെക്നോളജി, പാറ്റേണിംഗ് ആൻഡ് എച്ചിങ് എവേ മെറ്റീരിയൽ ആസ് ഇൻ ബിൽഡിംഗ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. വലുതിൽ നിന്ന് ചെറുതുണ്ടാക്കുകയാണ്. അതാണ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ടോപ്പ് ഡൗൺ പ്രോസസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബോട്ടം അപ്പ് പ്രോസസ്. അതായത് ബോട്ടം അപ്പ് പ്രോസസ് മീൻസ് അസംബ്ലിംഗ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ടു ഡെവലപ്പ് ദി നാനോ മെറ്റീരിയൽസ്. അതായത് building something by assembling smaller components
ആറ്റം ദാറ്റ് ഈസ് ആറ്റം ബൈ ആറ്റം അസംബ്ലിങ്. അതായത് ഈ ഒരു ബ്രിക്ക് ഒന്നിൽ കൂടുതൽ ബ്രിക്കുകൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ബ്രിക്കിൽ നിന്ന് ബിൽഡിംഗ്, അതായത് ബോട്ടത്തിൽ നിന്ന് എന്ത് പോവാണ് മേലോട്ട്, ബോട്ടം ടു അപ്പ്. ദാറ്റ്സ് വൈ ഇസ് കോൾഡ് ബോട്ടം അപ്പ് പ്രോസസ്. അപ്പോൾ ടു പ്രോസസ് ആർ used for developing nanostructures. First one is top down process. Top down process means വലുതിൽ നിന്ന് ചെറുത്. Bottom up process means ചെറുതിൽ നിന്ന് വലുത്. These are the two methods for developing nanostructures. So nanomaterials classification: 1-dimensional, 2-dimensional and 3-dimensional. And the structures and the nanostructures can be developed by using two methods: top down process and bottom up process. That's all about today's class. Thank you.